തിരുനബി ജീവിതം ദർശനം. എറണാകുളം ജില്ലാ നബിദിന റാലിയും ഗ്രാൻഡ് മൗലിദ് ജൽസയും മിലാദ് കോൺഫറൻസും ഒപ്പം പ്രവാചക പ്രകീർത്തന പ്രഭാഷണവും നടക്കുന്നു. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ 30 തിങ്കളാഴ്ച 3 മുതൽ ജില്ലയുടെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി പ്രവാചക അനുരാഗികളുടെ മഹാസാഗരം കളമശ്ശേരിയുടെ വഴിത്താരകൾ ശുഭ്രവസ്ത്രധാരികളായി മാറ്റും. പ്രവാചകചര്യ മുൻനിർത്തി ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ തിന്മകൾ ഇല്ലായ്മ ചെയ്ത് നന്മകൾക്ക് മുൻതൂക്കം നൽകുന്നതിന് പ്രവാചക വചനങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാക്കാൻ ഇത്തരം വേദികൾക്ക് കഴിയുമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് CT ഹാഷിം തങ്ങളും ജില്ലാ നബിദിന റാലി ജനറൽ കൺവീനർ CA ഇദ്രീസ് ഹാജിയും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കളമശ്ശേരി സി പാർക്കിൽ നടന്ന പരിപാടിയിൽ മീഡിയ ചെയർമാൻ അബ്ദുൽ അസീസ്, SYS ജില്ലാ പ്രസിഡന്റ് KSM ഷാജഹാൻ സഖാഫി, SJM ജില്ലാ ജനറൽ സെക്രട്ടറി ജമാൽ സഖാഫി, SMA ജില്ലാ സെക്രട്ടറി അബ്ദുള്ള നദ്വി, പ്രസിഡന്റ് സിദ്ദീഖ് അഷ്അരി ഇടച്ചിറ തുടങ്ങിയവർ സംബന്ധിച്ചു. തിങ്കളാഴ്ച 4:30 പ്രീമിയർ ടയേഴ്സിന് മുന്നിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രവാചക അനുരാഗികളുടെ നബിദിന റാലി പത്തടിപ്പാലം TSK തങ്ങൾ നഗറിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന ഗ്രാൻഡ് മൗലിദ് ജൽസയിൽ നിരവധി പണ്ഡിത പഠന വിദ്യാർത്ഥികളും പൗരപ്രമുഖരും പ്രവർത്തകരും പങ്കെടുക്കും. 7:30 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് VH അലിദാരിമി അധ്യക്ഷത വഹിക്കും. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി ആമുഖ പ്രഭാഷണം നടത്തും. സയ്യിദ് സലാഹുദ്ദീൻ തങ്ങൾ ബുഖാരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രവാചക പ്രകീർത്തന പ്രഭാഷണം നടത്തും. സംസ്ഥാന സംഘടനകാര്യ സെക്രട്ടറി മജീദ് മാസ്റ്റർ കക്കാട്, സയ്യിദ് ഫസൽ തങ്ങൾ, സയ്യിദ് അബ്ദുൽ നാസർ തങ്ങൾ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ സംബന്ധിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. വിവിധ പരിപാടികൾ ഈ മാസത്തിൽ നടന്നു വരികയാണ്. അതിൻ്റെ സമാപനം എന്നോണമാണ് കളമശ്ശേരിയിൽ ഈ വരുന്ന 30-ാം തീയതി ആയിരങ്ങൾ പങ്കെടുക്കുന്ന ജില്ലയിലെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSF, ജമിയത്തുൽ മുഅല്ലിമീൻ, പണ്ഡിത സംഘടന, അതുപോലെ മാനേജ്മെൻറ്റ് എല്ലാവരുടെയും യൂണിറ്റുകൾ, 300 യൂണിറ്റുകൾ എല്ലാവർക്കും ഉണ്ട്. അവരിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്ന റാലിയും അതിനുശേഷം റാലി സമാപിക്കുമ്പോൾ ഗ്രാൻഡ് മൗലിദും മീലാദ് കോൺഫറൻസും നടക്കുക. വളരെ വിപുലമായ പരിപാടി പ്രത്യേകം സജ്ജമാക്കിയ നമ്മുടെ TSK തങ്ങൾ നഗറിലാണ് പത്തടിപ്പാലത്ത് പരിപാടി നടത്തുന്നത്. വൈകാരികതകൾക്ക് അടിമപ്പെടുന്ന സമൂഹത്തെ വിചാരപരമായി കോർത്തു നിർത്തി നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും സഹിഷ്ണുതയും മതമൈത്രിയും സേവന പ്രവർത്തനങ്ങളും എല്ലാം ഒത്തൊരുമിച്ച് നിർത്തി സമാധാനപരമായി നല്ല സന്ദേശം നൽകുന്ന ഒരു മീലാദ് റാലി, മീലാദ് സമ്മേളനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനം അഥവാ 15 നൂറ്റാണ്ട് പിന്നിടുകയാണ്. 1499 ജന്മദിനമാണ്. ഈ 1499 15 നൂറ്റാണ്ടായി. ഈ 15 നൂറ്റാണ്ടായിട്ടും ലോകത്ത് പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും സന്ദേശങ്ങളും അതിപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരള സാമൂഹിക രംഗത്ത് പരിഷ്കർത്താവായി നാം ചരിത്രത്തിൽ വായിച്ച അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ ജീവിച്ച നമ്മുടെ ശ്രീനാരായണ ഗുരു, അതുപോലെ ചട്ടമ്പി സ്വാമികൾ, അതുപോലെ സ്വാമി വിവേകാനന്ദ സരസ്വതി ചിക്കാഗോയിലെ പ്രസംഗം, ഇതൊക്കെ നമ്മൾ വായിച്ചപ്പോൾ അവരെല്ലാവരും പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജീവിതവും സംസ്കാരവും പെരുമാറ്റ രീതിശാസ്ത്രവും വളരെ സുദീർഘമായി അവർ അഭിനന്ദിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്നും അത് ചരിത്രതാളുകൾ നമുക്ക് വായിക്കാം. അതിനർത്ഥം രാജ്യത്ത്, ലോകത്ത് സമാധാനം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഏതൊരാളെയും ജാതിമത ഭേദമന്യേ നാം അഭിനന്ദിക്കണം, ആശീർവദിക്കണം, അനുമോദിക്കണം, അനുധാവനം ചെയ്യണം എന്ന് തന്നെയാണ്. അതിൻ്റെ ഭാഗമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച്
മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു ഘടകമാണ് മുഹമ്മദ് നബിയോടുള്ള സ്നേഹവും സ്നേഹപ്രകടനങ്ങളും. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ നബിദിനാഘോഷവും പ്രകടനങ്ങളും അതുപോലെ പ്രകീർത്തനങ്ങളും അതേപോലെ ഭക്ഷണ വിതരണവും വസ്ത്ര വിതരണവും അതുപോലെ പാവപ്പെട്ടവൻ്റെ സേവന പ്രവർത്തനങ്ങളും അതുപോലെ സാമൂഹിക രംഗത്ത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള സാധന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇത് പ്രവാചകൻ്റെ ജീവിതകാലത്ത് പ്രവാചകൻ പഠിപ്പിച്ച ആ ഒരാശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇത് സാധാരണ മനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇന്ന് നാം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മാധ്യമപ്രവർത്തകർ തന്നെയാണ്. പ്രവർത്തകർക്ക് ശരിക്കും വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും. സമാധാനം ഉണ്ടാക്കാനും സമാധാനം ധ്വംസിക്കാനും പറ്റുന്ന ഏറ്റവും നല്ലൊരു മാധ്യമങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന മാധ്യമങ്ങളെയാണ്. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെറ്റ് ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.